കുട്ടികളെ കേൾക്കാൻ രക്ഷിതാക്കൾ സമയം കണ്ടെത്തുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ പേരന്റിംഗിൽ പ്രധാനമെന്ന് മുരളി പെരുന്നിലി എം.എൽ.എ. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ അറിയാമോ നമ്മുടെ കുട്ടികളെ രക്ഷാകർതൃത്വം സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പേരന്റിംഗ് ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്ക് കൂടി പറയാനുള്ളത് കൂടി കേട്ടുകൊണ്ട് അവരിലേക്ക് നമുക്ക് ഗുണകരമായ കാര്യം എത്തിക്കുക എന്ന് പറയുന്ന അത്തരമൊരു സംവിധാനത്തെയാണ് ഈ പറയുന്നത്. പെർമിസീവ് പാരന്റിംഗ് എന്നുള്ളതാണ്. അത് മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ പോലെ തന്നെ മക്കളോട് സുഹൃത്തുക്കളെ പോലെ തന്നെ പെരുമാറണം. അത് കൂടുതൽ കുട്ടികൾക്ക് സൗഹാർദ്ദപരമാകും ഗുണകരമാകും എന്ന കാര്യം സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. കുട്ടികളുടെ അഭിപ്രായങ്ങൾക്ക് കൂടി പരിഗണന നൽകുന്നതിന് രക്ഷിതാക്കൾ തയ്യാറാകണം. ആദ്യകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി അഭിപ്രായങ്ങൾ പറയാൻ കുട്ടികൾ മുന്നോട്ടു വരുന്നു എന്നത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അമിതമായ അച്ചടക്കത്തോടെ വളർത്തുമ്പോഴാണ് കുട്ടികൾക്ക് വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് പുറത്തു കടക്കാനും തെറ്റായ വഴികളിലേക്ക് തിരിയുന്നതിനും പ്രേരണ ഉണ്ടാകുന്നത്. മാതാപിതാക്കളുടെ തിരക്കുകൾക്കിടയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നതും കുട്ടികൾ വഴിതെറ്റുന്നതിലേക്ക് നയിക്കുന്നുണ്ടെന്ന് എം.എൽ.എ. കൂട്ടിച്ചേർത്തു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ശില്പശാലയിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, KT ബാലകൃഷ്ണൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ PK രാജൻ മാസ്റ്റർ, KA രവിചന്ദർ, ഡോക്ടർ ബ്രിനേഷ്, MK സോമൻ, വത്സൻ പാറന്നൂർ, നിർവഹണ ഉദ്യോഗസ്ഥ ഷീജ ജോസ്, സ്കൂൾ പ്രധാനാധ്യാപിക PB സജിത എന്നിവർ സംസാരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ KG രാധാകൃഷ്ണൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മുൻ സംസ്ഥാന കോർഡിനേറ്റർ C മധുസൂദനൻ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 9 പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ, PTA, MPTA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. അടുത്ത ഘട്ടത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളിലെയും സ്കൂളുകളിലെയും മുഴുവൻ രക്ഷാകർത്താക്കൾക്കും പരിശീലനം നൽകുന്നതിനാണ് തീരുമാനം.